അങ്ങനെയായിരുന്നു സാക്ഷാൽ വീരപ്പന്റെ തുടക്കം. തമിഴ്നാടിനെയും കർണാടകയെയും ഒരുപോലെ വിറപ്പിച്ച കാട്ടുകള്ളന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയായിരുന്നു. 1970കളിൽ ആനവേട്ടയിലൂടെ കുപ്രസിദ്ധി. വിവാഹിതനും ഒരു പെൺകുട്ടിയുടെ അച്ഛനുമായിരുന്നു വീരപ്പൻ. ഭാര്യ മുത്തുലക്ഷ്മി. ഹനുമാന്റെ അനുഗ്രഹമുള്ള മായാജാലക്കാരൻ. അതായിരുന്നു വീരപ്പനെക്കുറിച്ച് ഗിരിവർഗക്കാരുടെ വിശ്വാസം. വിഹാരകേന്ദ്രം കർണാടക തമിഴ്നാട് അതിർത്തിയിലെ കൊള്ളികൽ, സത്യമംഗലം, ബർഗൂർ മലകൾ. ഇഷ്ടവിനോദമായ ആനക്കൊമ്പ് കവർച്ചയ്ക്ക് വേണ്ടി ജീവനെടുത്ത കാട്ടാനകളുടെ എണ്ണം 2000 കടന്നു. കുറ്റകൃത്യങ്ങളുടെയും കൊടും ക്രൂരതകളുടെയും നീണ്ട പട്ടികയിൽ ആയുധങ്ങൾ കൊള്ളയടിക്കാൻ പോലീസ് സ്റ്റേഷൻ ആക്രമണവും. നിരപരാധികളായ പോലീസുകാരുടെ ജീവൻ അപ്പോഴും വീരപ്പനെടുത്തു. ആനകളെ കൊന്നൊടുക്കുന്നതിൽ പ്രതിഷേധം കനത്തപ്പോൾ ചന്ദനക്കൊള്ളയിലേക്ക് തിരിഞ്ഞു. ചന്ദനക്കൊള്ളയിൽ വീരപ്പൻ നേടിയെടുത്തതും കോടികളായിരുന്നു. വേട്ടക്കിടയിൽ അനുജൻ അർജുൻ പോലീസ് പിടിയിലായി. പിന്നീട് കസ്റ്റഡിയിൽ വെച്ചു മരിച്ചപ്പോൾ തളർന്നില്ല കരുത്തനായ ചേട്ടൻ. 3 അക്ക സംഖ്യയ്ക്കടുത്തുണ്ടായിരുന്ന കൊള്ളസംഘം പലപ്പോഴായി ചെറുതായി വന്നെങ്കിലും ഉരുക്കിനോളം ബലമുള്ള ആ മനസ്സ് പതറിയില്ല.